ഹലോ. അപ്പോൾ ഇന്ന് ട്യൂഷന് പോകുമ്പോഴേ ഞാൻ ഇന്നൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, കുറച്ചേ പോകാനുള്ളൂ. അപ്പോൾ ഇത് ഒരുപാട് പുരാതനമായിട്ടുള്ള കുറേ പാലങ്ങളും ഹോസ്പിറ്റലുകളും വീടുകളൊക്കെ നമ്മുടെ പൊന്നാനിയിലുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളതാണിത്. ഇത് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ ഈ പാലത്തിന്. അപ്പോൾ മക്കൾക്ക് ഇതൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇതുപോലെ ഇങ്ങോട്ടൊന്നും അധികം വരാറില്ല. ഇതാ കണ്ടില്ലേ ഈ തോട്, ഇതൊക്കെ ഒരുപാട് വർഷമായിട്ടോ ഈ പാലം, തോട് ഇതിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നടന്നിട്ടാണ് ഹോസ്പിറ്റലിൽ അങ്ങനത്തെ ഒരുപാട് സ്ഥലത്തേക്ക് പോയിരുന്നത്. അപ്പോൾ അവരിങ്ങനെയാണ് വന്നിരുന്നത്. ഇപ്പോഴല്ലേ വണ്ടിയൊക്കെ ആയത്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം നിന്ന് മക്കൾക്ക് കാണിച്ചു കൊടുത്തു കേട്ടോ. അവരുടെ വീടിൻ്റെ അടുത്തുള്ളത് തന്നെയാണിത്. പക്ഷേ അവർ കാണാറില്ല എന്നേ ഉള്ളൂ. അവർ സ്കൂളിൽ പോവുക, നമ്മൾ ഇതുപോലെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ വല്ല ബീച്ചിലോ പാർക്കിലോ അങ്ങനെയൊക്കെ പോവാറ്. ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്ഥലങ്ങളൊന്നും കാണിച്ചു കൊടുക്കില്ലല്ലോ നമ്മൾ. ഇതുപോലെ അവർക്ക് വന്ന് കാണിച്ചു കൊടുക്കണം, എന്നാലും മനസ്സിലാവുള്ളൂ ഇങ്ങനെയും കുറേ സ്ഥലങ്ങളുണ്ടെന്ന്. അപ്പോൾ എന്താ ഈ കടയില്ലേ, ഈ കടയിൽ നിന്നാണ് പണ്ടൊക്കെ അച്ഛൻ ഇങ്ങനെ പറയുന്ന കേൾക്കുക, ഞങ്ങൾ ഏന്തിനിക്കാൻ്റെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാറെന്ന്. അപ്പോൾ ഈ കട നോക്കിയേ, ഒരു മാറ്റവും ഇല്ല. പഴയ പലകയൊക്കെ വെച്ചിട്ട് പണ്ടത്തെ ഒരു കടയാണ് കേട്ടോ. ഇപ്പം ഇങ്ങനത്തെ കടകളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. അതാണ് ഏന്തിനിക്കാന്ന് ഇവർ പറയാറുള്ള ആൾ. ഞാനും ഇപ്പോഴാണ് കാണുന്ന ആളേനെ. അപ്പോൾ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് 51 വർഷമായിട്ട് ഈ കട ഉണ്ട് കേട്ടോ. അവിടെ നിന്നാണ് അബിയേട്ടനും അച്ഛനൊക്കെ ഇവിടെ ഗൾഫിലുള്ള സമയത്തേ സാധനങ്ങൾ വാങ്ങാറ്. അപ്പോൾ അച്ഛൻ്റെ വിശേഷങ്ങളും, ഇവർ തറവാടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ വല്യച്ഛൻ്റെ വിശേഷങ്ങളും എല്ലാതും ചോദിച്ച് കുറേ നേരം സംസാരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ മക്കൾക്ക് മിഠായി ഒക്കെ കൊടുത്തിട്ടോ കുറച്ച് നേരം. പിന്നെ അവർ ഇതുപോലെ മൂപ്പരുടെ വിശേഷങ്ങളാണ് പറയുന്നത്. എൻ്റെ വീട് അവിടെയാണ്, ഇവിടെ ഇരുന്നു തറവാട്, അപ്പം ഞാൻ അവിടെ വെച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ ഒരുപാട് നേരം സംസാരിച്ച് നിന്നു. ഇങ്ങനെയും കുറേ മനുഷ്യരുണ്ട്. പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ ഇതുപോലെ ചോദിച്ചറിയുന്ന നോക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അവരെ വല്യച്ഛനും അച്ഛനും അവരുടെയൊക്കെ കാലത്ത് ഇതുപോലെ കുറേ അറിയുന്ന ആൾക്കാർ അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്കതിങ്ങനെ, ഞങ്ങളൊരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നതാണ്, ഇവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നത് എന്നൊക്കെ പറയുക കേട്ടോ. എന്നിട്ട് കുറേ നേരം സംസാരിച്ച് മക്കൾക്ക് മിഠായിയൊക്കെ കൊടുത്തു കേട്ടോ മൂപ്പര്. അപ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാവരെ കുറിച്ചും ഞാൻ പറഞ്ഞപ്പോൾ നല്ല സന്തോഷമായി. പിന്നെ ഞാൻ കുട്ടികളായിട്ട് ട്യൂഷന് പോകാൻ നിൽക്കുമ്പോൾ മോളുടെ ഫ്രണ്ടിൻ്റെ അമ്മയാണ് അപ്പുറത്ത് നിന്നിട്ട് എന്താ ഇവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പാലം കാണാൻ വന്നതാന്ന് പറഞ്ഞതാട്ടോ. എന്നിട്ട് പിന്നെ കുറേ നേരം വിളിച്ചു അവളങ്ങോട്ട്, പക്ഷേ പോകാനുള്ള നേരം ഉണ്ടായില്ല. പിന്നെ ഞാൻ ട്യൂഷന് കൊണ്ടാക്കി കുട്ടികളെ.